ACL ടയർ എല്ലാ ഫുട്ബോൾ കളിക്കാരുടെയും ഒരു പേടി സ്വപ്നമാണ് ACL ഇഞ്ചുറി. എല്ലാവരും വിചാരിക്കുന്നത് ഒന്ന് ടാക്കിൾ ചെയ്യുമ്പോഴോ അന്ന് ഫൗൾ ചെയ്ത് വീഴുമ്പോഴോ ആണ് ACL പൊട്ടുന്നതെന്നാണ്. എന്നാൽ 70% ACL ടയറും നോൺ കോണ്ടാക്റ്റ് ആണ്. ഈ നോൺ കോണ്ടാക്റ്റ് ACL ഇഞ്ചുറി സംഭവിക്കുന്നതിൻ്റെ പ്രധാനമായും 3 കാരണങ്ങളാണ്. ഒന്ന്, പെട്ടെന്നുള്ള ഡയറക്ഷൻ ചേഞ്ച്. പിന്നെ പെട്ടെന്ന് ഓടുന്നതിനിടയിൽ സഡൻ ആയിട്ടുള്ള സ്റ്റോപ്പ് വരിക, അല്ലെങ്കിൽ ജമ്പിങ് ലാൻഡിങ് ഒരുമിച്ച് സംഭവിക്കുമ്പോൾ. ഇതൊക്കെയാണ് പ്രധാനമായ കാരണങ്ങൾ ഈ നോൺ കോണ്ടാക്റ്റ് ACL ഇഞ്ചുറിക്ക്. ഇപ്പോൾ ഈ പ്ലെയർ ശ്രദ്ധിച്ചാൽ അറിയാം, ഇയാളുടെ മുട്ട് ഉള്ളിലേക്ക് മടങ്ങി നമ്മുടെ ബോഡീനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതാവുകയാണ്. അപ്പോൾ മൊത്തം ബോഡി വെയിറ്റ് മുട്ടിലേക്ക് വന്ന് ACLൻ്റെ മുകളിൽ എക്സസീവ് ആയിട്ടുള്ള റൊട്ടേഷണൽ ഫോഴ്സ് വരും. അങ്ങനെയാണ് ACL ഇഞ്ചുറി ഉണ്ടാകുന്നത്. നമ്മുടെ ബോഡിയിലുള്ള ചില കാരണങ്ങളാണ് ഇതിൻ്റെ പ്രധാന കാരണം. ഒന്ന്, ഗ്ലൂട്ടിയസ് ഹാംസ്ട്രിങ്സ് ഫെയിൽ ആവുന്നതിന് പ്രോപ്പർ സ്ട്രെങ്ത് ഇല്ലാതാവുന്നുണ്ട്, അല്ലെങ്കിൽ കോർ സ്ട്രെങ്ത് കുറയുന്നുണ്ട്. അതുപോലെ ഒരു ലാൻഡിങ് ടെക്നിക്ക് പ്രോപ്പർ അല്ലാത്തത് കൊണ്ടാണ് മെയിനായിട്ട് ACL നോൺ കോണ്ടാക്ട് ഇഞ്ചുറി സംഭവിക്കുന്നത്. വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം, ACL ഇഞ്ചുറികളെല്ലാം കളിയുടെ അവസാനത്തിലേക്കാണ് സംഭവിക്കുക. കാരണം നമ്മളെ ബോഡി ഫറ്റീഗ് ആയിട്ടുണ്ടാവും, ക്ഷീണിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് മസിലിനുള്ള കൺട്രോൾ കുറയും, ബോഡീൻ്റെ ബാലൻസ് നഷ്ടപ്പെടും. ഇതൊക്കെ കാരണം ലാസ്റ്റിലേക്കാണ് ഈ ACL ഇഞ്ചുറികൾ പൊതുവേ കാണാറ്. മനസ്സിലാക്കേണ്ടത്, ഫുട്ബോൾ കളിക്കുമ്പോഴുള്ള ഒരു ഭാഗ്യക്കുറവല്ല ACL ഇഞ്ചുറി, അതൊരു ബയോമെക്കാനിക്കൽ ഫെയിലിയറാണ്. അത് പ്രിവെൻറ്റബിൾ ആണ് പ്രോപ്പറായിട്ടുള്ള എക്സസൈസിലൂടെ.